ഇതൊരു സാധാരണ സോഷ്യൽ മീഡിയ തർക്കമല്ല. ഇത് സത്യവും വ്യാജവും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടം. രാഹുൽ മാങ്കുട്ടത്തിന്റെ ഫേസ്ബുക്ക് പേജിലെ ലൈക്കുകൾ വ്യാജമാണെന്ന് സൈബർ സഖാക്കൾ ഉയർത്തിയ ആരോപണം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഇവ ലൈക്കുകളെല്ലാം ഫീക്ക്, പുറത്തുനിന്നുള്ള ബോട്ടുകൾ എന്നായിരുന്നു അവരുടെ ആരോപണം. പക്ഷേ ആ ആരോപണങ്ങൾക്കിപ്പോൾ കിട്ടിയ മറുപടി എന്താണെന്നറിയാമോ? ചുട്ട മറുപടി. യൂത്ത് കോൺഗ്രസ് നേരിട്ട് രംഗത്തെത്തി. ആഫ്രിക്കൻ ആരാധകരുടെ ഫോട്ടോകൾ പുറത്തുവിട്ട് ഇതാണ് ഞങ്ങളുടെ പിന്തുണ, ഇതാണ് ഞങ്ങളുടെ റീച്ച് എന്ന് തുറന്ന വെല്ലുവിളി. ഇവിടെ ഒരു പ്രധാന ചോദ്യമുയരുന്നു. ഒരു രാഷ്ട്രീയ നേതാവിന് രാജ്യത്തിനപ്പുറം ആരാധകരുണ്ടാകുന്നത് കുറ്റമാണോ? സോഷ്യൽ മീഡിയ ഗ്ലോബലായ കാലത്ത് വിദേശ ലൈക്കുകൾ വന്നാൽ അതെല്ലാം ഫേക്കാകുമോ? ഇതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. സൈബർ സഖാക്കളുടെ ആരോപണം വളരെ സിമ്പിളായിരുന്നു. ലൈക്കുകൾ കൃത്രിമം, റീച്ച് ആർട്ടിഫിഷ്യലി ബൂസ്റ്റ് ചെയ്തതാണ്. പക്ഷേ യൂത്ത് കോൺഗ്രസ് പറഞ്ഞത് അതിനേക്കാൾ ശക്തമായിരുന്നു. നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് യാഥാർത്ഥ്യമാണ്. അവർ പുറത്തുവിട്ട ചിത്രങ്ങൾ, ആഫ്രിക്കൻ യുവാക്കൾ, വിദ്യാർത്ഥികൾ, രാഹുൽ മാങ്കുട്ടത്തെ പിന്തുണച്ചു നിൽക്കുന്ന വിഷ്വൽസ്. ഇത് കണ്ടപ്പോൾ സോഷ്യൽ മീഡിയയിൽ രണ്ടായി പിരിഞ്ഞു ആളുകൾ. ഒരു പക്ഷം പറയുന്നു ഇത് ജെനുവിൻ സപ്പോർട്ടാണ്, ഗ്ലോബൽ റീച്ചാണ്. മറ്റൊരു പക്ഷം പറയുന്നു ഇത് ഡാമേജ് കൺട്രോളാണ്. പക്ഷേ സത്യത്തിൽ എന്താണ് നടക്കുന്നത്? ഇന്ന് രാഷ്ട്രീയം ഭൂമിശാസ്ത്രപരമായ അതിരുകൾ കടന്നിരിക്കുന്നു. ഒരു വീഡിയോ, ഒരു പ്രസംഗം, ഒരു നിമിഷം കൊണ്ട് ലോകമെമ്പാടുമെത്തുന്നു. അതുകൊണ്ടുതന്നെ ഇന്നൊരു നേതാവിന് ഇന്ത്യയ്ക്ക് പുറത്തും ഫോളോവേഴ്സ് ഉണ്ടാകുന്നത് അസാധാരണമല്ല. പക്ഷേ ഇവിടെ സംഭവിച്ചത് വെറും ഒരു ഡിബേറ്റല്ല, ഇത് നറേറ്റീവ് വാറാണ്. ഒരു പക്ഷം ഒരു കഥ സൃഷ്ടിക്കുന്നു, ഫേക്ക് ലൈക്കുകൾ എന്ന്. മറ്റൊരു പക്ഷം അതിനെ തകർക്കാൻ തെളിവുകൾ കൊണ്ടുവരുന്നു. ഇവിടെ ചോദ്യം ഒന്നു മാത്രം: ആരുടെ നറേറ്റീവാണ് ആളുകൾ വിശ്വസിക്കുന്നത്? ഇതാണ് സോഷ്യൽ മീഡിയയുടെ പുതിയ രാഷ്ട്രീയം. വാർത്ത എന്നതിലും കൂടുതൽ ആരാണത് അവതരിപ്പിക്കുന്നത് എന്നതാണ് മാറ്റർ. കമ്മികളുടെ വ്യാജവാർത്തകൾ പരാജയപ്പെടുമ്പോൾ അതെങ്ങനെ തിരിച്ചു കളിക്കാമെന്ന് കാണിച്ച ഒരു എക്സാമ്പിളായി മാറിയിരിക്കുകയാണ് ഈ സംഭവം. ഇതൊരു വ്യക്തിയെക്കുറിച്ചുള്ള ചർച്ച മാത്രമല്ല, ഇത് ഇന്നത്തെ ഡിജിറ്റൽ രാഷ്ട്രീയത്തിന്റെ യാഥാർത്ഥ്യമാണ്. ആരോപണമുയർത്തുന്നത് എളുപ്പമാണ്, പക്ഷേ അതിന് തെളിവ് കാണിക്കുക, അതാണ് ശക്തി. അവസാനം ഈ പോരാട്ടത്തിൽ ജയിക്കുന്നത് ആരാണ്? ആരോപണമുയർത്തിയവരോ അല്ലെങ്കിൽ മറുപടി കൊടുത്തവരോ? അതിനുത്തരം പറയുന്നത് നിങ്ങൾ തന്നെ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ. എൻഡിംഗ് ലൈൻ: ഇംപാക്റ്റ്. സോഷ്യൽ മീഡിയയിൽ ശബ്ദമുണ്ടാക്കുന്നത് ആർക്കും കഴിയും, പക്ഷേ സത്യം തെളിയിക്കുന്നത് ധൈര്യമുള്ളവർക്ക് മാത്രമേ